അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോവാം. കാരണം ന്യൂ ഇയർ ആയതുകൊണ്ടൊന്നുമല്ല, ബട്ട് ഫെബ്രുവരിയിലെ എൻ്റെ കസിൻ ബ്രദറിൻ്റെ വെഡ്ഡിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഷോപ്പിങ്ങിന് പോവാണ്, ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോവാണ്. വൈകുന്നേരമായിരിക്കും പോവുക. ഇപ്പോൾ ഉച്ചയ്ക്ക് 1:45. അമ്മ ജോലി കഴിഞ്ഞ് വന്നിട്ട് മേമയും ഞാനും അമ്മയും കൂടിയും പോവാമെന്ന് വിചാരിക്കണേ. ഇപ്പം ഞാൻ മേമയുടെ അടുത്തേക്ക് പോവാം, കാരണം എനിക്ക് ട്യൂഷനും ഉണ്ട്. പിന്നെ മേമയുടെ അടുത്ത് ചെന്നിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ പോകണേ. ഞാനും ബാക്ക് ക്യാമറ എടുത്തിട്ടുണ്ട്. ഷോപ്പിങ്ങിന് പോയി വരുമ്പോൾ സ്നാക്സ് മസ്റ്റാണ് ഗൈസ്. കുമ്പളങ്ങ ഉണ്ടോ? കുമ്പളങ്ങ നല്ല ചൂട് പരിപ്പാടാ ഗൈസ്. നമുക്ക് തുന്നാൻ കൊടുത്തിട്ട് വരാം ഗൈസ്. പാടത്തു കൂടെ കവുങ്ങായാലും അതെ, തെങ്ങായാലും അതെ, ഒരു നല്ല ഭംഗിയല്ലേ അത് കാണാൻ. I'll be the last one left when the lights go out. I'm down to one last breath, but I can't stop now. We all fall down sometimes, yeah, but that's just life. So cross my heart and hope to die. Baby, I was born to fight the fear when I feel like dying. I'm trying to fly high, but I'm not a pilot, can't deny it. There's some days I feel idiotic, just a product of a system where you're lucky. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നലെയാണ് തുന്നാൻ കൊടുക്കാൻ പോയത്. പക്ഷേ നമ്മൾ തുന്നാൻ കൊടുത്ത് നമ്മൾ ഈ ഷാളിൻ്റെ അറ്റത്തൊക്കെ വെക്കുന്ന ഈ ലേസ് ഇല്ലേ, ആ ലേസ് കുറച്ച് കമ്മിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി അത് വാങ്ങും വേണം, ട്യൂഷന് പോകും വേണം. സോ ലെറ്റ്സ് ഗോ. ഗൈസ് നിങ്ങൾ വല്ലതും കാണുന്നുണ്ടോ? എന്തൊക്കെയോ
വേറൊരു ദിവസമാണ്. ഇനി കുറച്ചുകൂടി എനിക്ക് എഴുതാനുണ്ട്. ഞാൻ എന്താ ഈ മുടിയൊക്കെ കെട്ടിയിട്ടെന്ന് വിചാരിക്കണ്ടേ. രാവിലെ മുടി ചീകിയിട്ടിപ്പോൾ വെറുതെ ഞാനൊന്ന് കെട്ടി നോക്കിയതാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ വെച്ചു. കുളിക്കുന്നവരാക്കി ഞാൻ ഇരുന്നിട്ട് കുറച്ച് നേരം പഠിച്ചിട്ട് പോയി കുളിക്കണം. പിന്നെ വേറെ പണിയൊക്കെ. ഡ്രസ്സിൽ വയ്ക്കാനുള്ള ലേസ് വാങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ ലേസ്. അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക്. ഇതാണ് ആ ലേസ്. ഷോളിക്ക് വെക്കാനുള്ളതാണ്. Oh my gosh! കാണാൻ പറ്റുമോന്ന് അറിയില്ല കേട്ടോ ഗൈസ്. Oh my gosh! ഇത് കടന്ന് കളിക്കുന്നു. സാരമില്ല, നമുക്ക് നുറുക്കിയിടാം. ഞാൻ മസാല ചായ ഉണ്ടാക്കാൻ പോകും. ചതച്ചിടാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ചതയാൻ പറ്റുന്നില്ല. ഹായ് ഗൈസ്, ഇത് ഓട്സ് കഞ്ഞി, അത് മസാല ചായ. നല്ല കോമ്പിനേഷൻ ആണോ എന്ന് എനിക്കറിയില്ല. എനിക്കിങ്ങനെ കഴിക്കാൻ തോന്നി, സോ ഞാൻ ഉണ്ടാക്കി. That's all. ബാക്കിയുള്ളവരൊന്നും കാണാനില്ലല്ലോ. അങ്ങനെ നമ്മുടെ കമ്മൽ വന്നിട്ടുണ്ട് കേട്ടാ. ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചരേ. ഇതാണ് ഗൈസ് നമ്മുടെ കമ്മൽ. വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ സാധനം, ബട്ട് നന്നായിട്ടുണ്ട്. കമ്മൽ ഇത്ര വലുപ്പമൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷേ പിക്കിൽ കണ്ടപ്പോൾ ഇതിനെക്കാളും ചെറുതായിട്ടാണ് തോന്നിയത്. ബട്ട് ഇത് നല്ല വലുപ്പമുണ്ട്. കുഴപ്പമില്ല, വെയിറ്റ് അധികം ഇല്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് பண்ணலாம். ഇത് യൂട്യൂബിൽ തോന്നില്ലേ ഞാടും. എന്തായാലും ഇടും. ലുക്ക് ഫണ്ണി ഗൈസ്. ഒന്നുമില്ല കേട്ടോ, വെറുതെ ഹെയർ മാസ്ക് ഇട്ട് വെച്ചിരിക്കുക.
ഹെയർ കെയർ റൂട്ടീൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാട്ടോ. ഒരു സാധനം ഓടിപ്പോണുണ്ടോ ഗൈസ്? ഞാടെ വരുന്നു. ഹായ് ഗൈസ്, അപ്പോൾ ഇപ്പം ഞാൻ ട്യൂഷന് പോകും. ട്യൂഷന് കഴിഞ്ഞാൽ നേരെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരുവാതിര വാരമാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ കാണാം. ഒരബദ്ധം പറ്റി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ വാട്സപ്പ് നോക്കാൻ മറന്നു. അതിലവൻ മുന്നേ കുട്ടി ഇട്ടുണ്ടായിരുന്നു, ഇന്ന് ട്യൂഷൻ വേണ്ട, അവിടെ ഞങ്ങൾ ട്യൂഷൻ എടുക്കുന്ന സ്ഥലത്ത് കീ ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഞാനത് അവിടെ എത്തിയിട്ടാണ് കണ്ടത്. സോ ഞാൻ ജസ്റ്റ് പാല് വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇനി വീട്ടിൽ ചെന്നിട്ട് ആദ്യം അമ്പലത്തിൽ പോകണം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മദാം ഫ്രണ്ടിൽ നടക്കണു, ഞാൻ എന്നാൽ പിന്നാലെ നടക്കണു. അമ്മയ്ക്ക് വരണത് ഇഷ്ടമല്ല അത്രേ, പക്ഷെ ഞാൻ കൊണ്ടുവരാട്ടോ. ഒരു മിനിറ്റ്. അമ്മ അത്രയും ദൂരത്താ, നമുക്ക് എന്തോടി പോവാം. അങ്ങനെ അമ്മേനെയും കൊണ്ടുവന്ന് കഴിച്ചു. എന്താ മൈൻഡ് ചെയ്യാത്ത ഗൈസ്? ഞാൻ അമ്മ എന്താ മൈൻഡ് ചെയ്യാത്ത ചോദിച്ചില്ലേ. എന്നിട്ട് അതിന് ശേഷം ഞാൻ ക്യാമറ ഓഫ് ചെയ്തത് അമ്മ ഒറ്റ പൊട്ടിച്ചിരിക്കും. എന്താ ഇങ്ങനെ വെച്ച് എനിക്കറിയില്ല. എന്താ അമ്മ അങ്ങനെ? വൈ വൈ വാ. ഒരാളെ കൂട്ടിനിട്ടിരുന്നു. സെൽഫി എടുക്കുക. അപ്പൊ അത് ഫുള്ള് ഒരാണോ കത്തിക്കല് കഴിഞ്ഞാണോ? കാറ്റ് വന്നപ്പോ കിട്ടൂലേ? ഇന്ന് ഏതാ കഥകളി എടുത്ത് പറ. എന്താ സുരവധം? ലവണാസുരവധം. ഓക്കെ, പഠിച്ചു വന്നിട്ട് നിക്ക്. ഓക്കെ, കളിച്ച അനുസരണം കേട്ടോ ഒരു ദിവസം. അതാ ഓടിപ്പോയി. എന്ത് 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 നത്തിങ്. ഇവിടെ നോക്കാം ഗൈസ്, എന്റെ അമ്മയുടെ കലാവിരുദ്ധാണ്. ഇയാളുടെ കലാവിരുദ്ധാണ്. ഇയാളുടെ ഇങ്ങോട്ട് വരക്കിച്ചു.
ഗോപികടൊപ്പം ഗോപി. പതുക്കേട്ടോ, അവന്റെ കൈ പൊള്ളരുതേ. ഏയ് മിണ്ടാണ്ടിരി. അവനും ഗോപിയെ നമ്മൾ വളരെ സാഹസികമായി നമ്മൾ ഒരിക്കൽ കത്തിച്ചിരിക്കുന്നു. സാഹസികമായിട്ട് അത് സാരില്ല, നിങ്ങക്ക് എത്തില്ല. സിമ്പിൾ ഇതാണ്ടോ ഒരാള് ക്ലിയർ ഇല്ല കേട്ടോ, എന്നാലും അങ്ങോട്ട് കൊണ്ട്. ഇതൊക്കെ യൂട്യൂബിലിടാനാ പ്ലാൻ. അതിനെന്താ, മേമയ്ക്കൊന്നും കുഴപ്പമില്ല. എൻ്റെ അബ്ബമാരിയൊന്നുമില്ല, എൻ്റെ അബ്ബമാരിയൊന്നല്ല. അങ്ങനെ ആക്കാൻ പാടില്ല. പിന്നെ അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ മിണ്ടാണ്ടിരുന്ന അതൊന്നൊരു കുഴപ്പമില്ല. ഓ ആയിക്കോട്ടെ. ശുക്രനോ ഏതേലായിരിക്കും. അമ്പലത്തിൽ നിന്ന് കളിക്കാൻ പറ്റിയ നല്ല ഡാൻസ്. നിർത്തറ. എന്ത്? ഒരു മഞ്ഞ, 2 മഞ്ഞ, 3 മഞ്ഞ. ഈ നിങ്ങൾ കണ്ടില്ലേ? എന്താ ഈ അമ്മോണ്? സഹായിക്കണം കഴിച്ച്. അവ എടുക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഗൈസ്, ഞാൻ വേണത്തിട്ട് എടുക്കണേ. കഴിക്കാൻ തോന്നി എടുക്കണ്ട. ആ നമ്മളപ്പുറത്തിരിക്കണ്ടായിരുന്നേ. ടാറ്റാ ടാറ്റാ. ഇത് നോക്കൂ. ടാറ്റാ കിച്ചു ടാറ്റാ. ആ അടുത്ത വർഷമായി. ഇല്ല ജനുവരി 12 12 അടുത്ത വർഷം കാണാൻ. അത്ര ഓ ഇന്ന് കാണുമോ? അതിനെ ഞാനല്ലേ. ഒരു പൂർണ്ണേന്ദുവിനെ കാണിച്ചു തരാന്ന് വിചാരിച്ച നടക്കൂലല്ലോ. അപ്പൊ തൽക്കാലം സ്ട്രീറ്റ് ലാമ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അടിക്കൂല ഗൈസ്. അപ്പം ഞങ്ങൾ ഫാൻസി പോയി. തുറന്നിട്ട് കാണിച്ചു തരാം കേട്ടോ എന്താണ്. അപ്പം ഗൈസ് ഇത്രയും സാധനമാണ് വാങ്ങി. ഇതിലിപ്പോൾ അമ്മയുടെ എന്ന് പറയാൻ എന്താ ഈ 2 മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ. ലിപ്സ്റ്റിക്ക് 4 നെയിൽ പോളിഷ്, ഈ എന്താ പറയുക റോസ് വാട്ടർ, പിന്നെ ഈ വള. ഇത് ഫുള്ള് എനിക്ക്. ഈ 2 മാത്രം അമ്മയ്ക്ക്.
അമ്മയ്ക്ക് അത്ര മതിയെന്ന്. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് അത്ര മതി പറഞ്ഞില്ലേ. അപ്പം അമ്മ അവിടെ നിന്ന് പറയാണ് അവള് വാങ്ങിത്തരണ മാതിരി ഉണ്ട് പറയണ കേട്ടാന്ന്. അമ്മ വാങ്ങാതും ഞാൻ വാങ്ങാതും ഒക്കെ ഒരേപോലെ അല്ലേ ഗൈസ്? പറയൂ. ഒന്നുകൂടി പറയാ എന്താ അത് തിന്നണത് ഇത് സാധനങ്ങള് ഇതിപ്പോ രണ്ടാൾക്കും ഒരേപോലെ ഉപയോഗിക്കാലോ. അപ്പോൾ ഗൈസ് ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.